സീക്രട്ട് ഏജൻറ്റ് സായിയെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആരോടും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഉണ്ണിയും മൂന്തനുമായിട്ടുള്ള ഒരു വിഷയത്തിൽ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി വളരെയധികം പ്രശസ്തനാവുകയും പിന്നീട് ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്തതാണ്. ബിഗ് ബോസ് ചെന്നിട്ട് എന്താണ് കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതുമാണ്. അതായത് ഒരു കഴിവുമില്ല, പ്രത്യേകിച്ച് ആൾക്കൊരു കഴിവുമില്ല. ഇങ്ങനെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞ് ജീവിക്കുക മാത്രമാണ് ആൾക്കുള്ള കഴിവ്. ബിഗ് ബോസിൽ പോയിട്ട് ഒരു ചുക്കും ചെയ്യാതെ അവിടുന്ന് ഇറങ്ങി വന്നു, ഒരാളുടെ അവസരം വെറുതെ നശിപ്പിച്ചിട്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ഏത് സമയവും ഉണ്ണി മൂന്നൻ്റെ പുറക്കെയാണ് ഇങ്ങനെ പോകുന്നത്. കാര്യം ഉണ്ണി മൂന്നൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ ആൾക്ക് ഒരു റീച്ച് കിട്ടുന്നുണ്ട്. അത് നെഗറ്റീവ് റീച്ച് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തായാലും ഒരു റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു റീച്ച് വെച്ച് കയറുക എന്നതാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം. ഞാനിത് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്തിനാണ് ഞാനിപ്പോൾ പറയുന്നതെന്നായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അതായത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഉണ്ണി മൂന്നൻ്റെ PR ആണ് ഉണ്ണി മൂന്നനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ സായിക്കെതിരെ ഒരുപാട് വീഡിയോസ് ഇടുന്നത്, സായിയെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഞാൻ ഉണ്ണി മൂന്നൻ്റെ PR വർക്ക് ചെയ്ത ഒരാളല്ല. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലേക്ക് സായി പോയപ്പോൾ സായിക്കും ഉണ്ടായിരിക്കും ഒരു PR. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫേമസ് ആയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും PR വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്, ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഉണ്ണിമൂന്തന് മാത്രമാണ് PR ഉള്ളത്. ഈ പറഞ്ഞ ഉണ്ണിമൂന്തനാണ് PR വർക്ക് ചെയ്ത് ഇങ്ങനെ ആക്കുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അതിനുള്ള പ്രതിഫലം കിട്ടി. അതിനിങ്ങനെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ സായിക്ക് കിട്ടിയൊരു അവസരം സായി അത് വേണ്ട രീതി ഉപയോഗിച്ചില്ല. ബിഗ് ബോസിൽ പോയിട്ട് ഈ പറഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് സ്കോർ ചെയ്ത് കയറായിരുന്നു എല്ലാവർക്കും. വൈൽഡ് കാർഡിനൊക്കെ അടിപൊളി ചാൻസ് ആയിരുന്നു. പക്ഷേ അതൊന്നും ഉപയോഗിക്കാതെ അവിടെ പോയി കിടന്ന് ഉറങ്ങിയിട്ടാണ് വന്നത് അല്ലേ. ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഇതുള്ളൊരു പരിപാടി. എന്നിട്ട് അവിടെ പോയി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാതെ തിരിച്ചു വന്നിട്ട് ഈ മാതിരി ഡയലോഗ് അടിക്കാൻ മാത്രമേ സായി കൊണ്ടാവുന്നുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം കളിച്ചാൽ അവർ വിന്നറാകുന്ന ഒരു സീസണായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. ആ ഒരു സീസണിൽ പോലും വേണ്ട രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാത്ത സായിയാണ് ഈ വന്നിരുന്ന് മറ്റുള്ളവരുടെ വിജയത്തിൽ കണ്ടിരുന്ന് കുശുമ്പ് പിടിക്കുന്നത്. ഉണ്ണിമൂന്തൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു വ്യക്തിയുടെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. കാര്യം ഉണ്ണിമൂന്തൻ്റെ പേര് പറഞ്ഞാണ് ആ സായി ഇച്ചിരി ഫേമസ് ആയത്. അപ്പോൾ വീണ്ടും ഉണ്ണിയുടെ പേര് പറഞ്ഞാൽ ഈ നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് ഇനിയിപ്പോൾ തന്തയ്ക്ക് വിളി തള്ളയ്ക്ക് വിളി ഇനി എന്ത് കേട്ടാലും പ്രശ്നമില്ല, എനിക്ക് ഫേമസ് ആയാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡാണ് സായിക്കുള്ളത്. അതങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാർക്ക് ഇറങ്ങിയ ശേഷം എത്ര വീഡിയോ ചെയ്തു ഉണ്ണി മൂന്നിന് വേണ്ടിയിട്ട്, എത്ര വീഡിയോ ചെയ്തു. ഈ വീഡിയോസൊക്കെ എടുത്ത് ആരെങ്കിലും റോസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഏതെങ്കിലും ട്രോൾ വീഡിയോസ് ഉണ്ടാക്കും. അപ്പോൾ വീണ്ടും റീച്ച് കിട്ട് ചെയ്യുന്നത്. അപ്പം അതെല്ലാം സായിക്ക് വീണ്ടും ഗുണമായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിൽ വീഡിയോ ചെയ്യുകയാണ് സായി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, വീണ്ടും ഉണ്ണി മൂന്നൻ്റെ പുറകെ തന്നെയായിരിക്കും സായി. കാര്യം തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഉണ്ണി മൂന്നനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഉണ്ണി മൂന്നന് ഒരുപാട് സിനിമ ഉണ്ടാകട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണി മൂന്നനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് സായി തന്നെയാണ്. കാര്യം ഉണ്ണി മൂന്നന് ഏതെങ്കിലും സിനിമ വരുമ്പോൾ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ ഉണ്ണി മൂന്നന് ഒരുപാട് സിനിമ കിട്ടട്ടെ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി സായി തന്നെ ആയിരിക്കും. എന്തായാലും ഒരു കാര്യമേ സായിയോട് പറയാനുള്ളൂ, മാർക്കോ കണ്ടിറങ്ങിയ എല്ലാവരും ഉണ്ണിമൂന്നൻ ഫാനാണെന്നോ അല്ലെങ്കിൽ മാർക്കോയ്ക്ക് നല്ലത് പറയുന്ന എല്ലാവരും ഉണ്ണിമൂന്നൻ്റെ PR ആണെന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇനിയെങ്കിലും ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടുവരരുത്.